ലുക്ക് നോക്കിയാൽ നിങ്ങൾ അടിപൊളിയല്ലേ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന R15 V3യുടെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ 2020 മോഡല് 2020-21 മോഡല് V3 ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇത് ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് പറയാനാണെങ്കിൽ ഒരു ബബിൾ വൈസർ കയറ്റിട്ടുണ്ട്. ആദ്യമേ ഒരു ബബിൾ വൈസർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഒരു DRL റെഡ് കളറിലെ DRL ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു നമ്മുടെ ബ്രേക്കും ക്ലച്ചും മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ലിവർ രണ്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ക്രാഷ് കാർഡ് കയറ്റിയിട്ടുണ്ട്. അത് സൈഡിലോട്ടാനും വേണ്ടി കിറ്റ് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് മൗണ്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ ടൈൽ TDS നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെറ്റി കിട്ടിയായിരുന്നു. ഒരു 10,000 രൂപ പറ്റിയ പെറ്റി കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ മാറ്റി സ്റ്റോക്ക് ആക്കിയതാണ്. പിന്നെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. ടയറൊന്നും മാറിയിട്ടില്ല. അത് മേടിച്ചപ്പോൾ തന്നെ കിട്ടിയ ടയർ സൈസ് എത്രയാണ് ഇതിൻ്റെ വരുന്നത്? 140 ഈ സൈസ് തന്നെ ബാക്ക്. പിന്നെ അങ്ങനെ ഫുള്ള് അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഫസാഡ് കയറ്റിയിട്ടുണ്ട്, ഫസാഡ് ഫ്ലഷർ കയറ്റിയിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വണ്ടി ഇങ്ങനെ തന്നെ കാണാൻ ലുക്ക് നോക്കിയാൽ നിങ്ങൾ പിംഗ്ലറ്റ് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഊരി വെച്ചേക്കവൻ കുറച്ച് നാൾ ഇങ്ങനെ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞ് ഊരി വെച്ചേക്ക്. പിന്നെ പറയാനാണെങ്കിൽ ഇനി പറയാനൊന്നുമില്ല. നമ്മളിപ്പോൾ വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ വന്നേക്കണം കരിപ്പാടം എന്ന് പറയണം. നമ്മുടെ അവിടെ നിന്ന് കുറച്ച് തന്നെ കാവുംകേലം എന്നൊക്കെ പറയും. ഇവിടെയായിട്ട് വന്നേക്കണം. അവിടെ സ്ഥലം കണ്ടോ നിങ്ങൾ? അടിപൊളിയല്ലേ? മൊത്തം പാടാണ് ഇവിടെ കുറേ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഇപ്പോൾ എല്ലാവരും വരും. ഇപ്പം തന്നെ വിഷു ഫോട്ടോഷൂട്ടായിട്ട് അവിടെ കുറേ പേര് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പിള്ളേരും കുറച്ച് പേര് അവിടെ ഉണ്ട്. അപ്പം അതിനുവേണ്ടി വന്നാൽ നമ്മൾ ആദ്യം അവിടെ പോയായിരുന്നു. അവിടെ പോയിട്ട് ആ സ്ഥലം റെഡി ആയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ വഴി വരായിച്ചിരി ചടങ്ങായിരുന്നു. എന്നാലും എടുത്തുകൊണ്ട് വന്നാൽ ഇനി വളക്കണമെങ്കിൽ ഇവിടെ ഇട്ട് വളക്കണം. എന്തായാലും ഞാൻ കുറച്ച് വണ്ടീനെ കുറിച്ച് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ കേസ് നമുക്ക് ഇവിടുന്ന് പോകാനല്ല, നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് റോഡിലോട്ട് കൊണ്ടുപോകാം. നമ്മൾ കുറച്ച് ഉള്ളിലോട്ടാക്കിയാണ് കൊണ്ടുവന്നേക്കണത്. പിന്നെ ഇതിൻ്റെ ക്ലച്ചിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ന്യൂട്രാക്കി വെച്ചും ഈ ക്ലച്ചിൽ ഉള്ളിലോട്ട് കയറ്റി പിടിച്ചാൽ സ്റ്റാർട്ടാകത്തുള്ളൂ. ചില നമുക്ക് സ്റ്റാർട്ടാകത്തില്ല. ഈ മറ്റേ ഈ ക്ലച്ചും ബ്രേക്കിൻ്റെയും ലിവറിൻ്റെ കുഴപ്പമില്ല. ഇങ്ങനത്തെ ഇത് അഡ്ജസ്റ്റബിൾ ലിവറാണ്. ബ്രേക്ക് കണ്ട അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുന്ന് വളക്കാൻ ഇച്ചിരി പാടാണ്. മിക്കവാറും തോട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് കുഴപ്പം. ന്യൂട്രാക്കണം, ഇനി സ്റ്റാർട്ടാക്കണം. അങ്ങോട്ട് പോയെന്നാൽ കുറേ ഫോട്ടോ എടുക്കണം. ഇതെന്തോ പിന്നെ ചാലാണ്ടൊക്കെ നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പോയാൽ നമുക്ക് ടോട്ടലി മൂഞ്ചു. ഈ പുള്ള പോയി എന്തായാലും വളർത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇനി ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ എങ്ങനത്തെ വീഡിയോ ചെയ്യണം. നമുക്ക് അതനുസരിച്ച് വീഡിയോ ചെയ്യാൻ നോക്കാം. അതിൽ വൃത്തിയുണ്ടായിരുന്നു. ഒക്കെ കൊണ്ട് കയറ്റിയാണ്. പുറത്ത് അടിപൊളിയാണ് കേസ്. നമ്മുടെ അങ്ങോട്ടൊന്ന് പോകാം. ഗൈസ് അങ്ങനെ നമ്മൾ റോട്ടിലെത്തിയൊക്കെയാണ്. വണ്ടി സ്റ്റാർട്ടാക്കാൻ ഇച്ചിരി പാട്. നമുക്ക് പോകാൻ കഴിയുന്നതിന് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാനൊന്നും ഇല്ല. ഇത്രയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ.
കോർണർ ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേസ്. പക്ഷേ ഇപ്പോൾ ടയറില്ലാത്ത കാരണം കുറച്ച് സീനാണ്. ബാക്കിലും ഫ്രണ്ടിലും ടയർ തീർന്നൊക്കെ ഞാൻ കാണിച്ചായിരുന്നല്ലോ. വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ പിന്നെ വണ്ടി അടിപൊളിയാണ്. 2020 മോഡലുണ്ട്. ഒരു BS4 V3 കൂടെ ഉണ്ട്. അത് നമുക്ക് പിന്നൊരു ദിവസം റിവ്യൂ ചെയ്യാം. കോർണർ ചെയ്യാനൊക്കെ നല്ല കംഫോർട്ട് തരും വണ്ടി. ടയറില്ല, ടയറുണ്ടായി നമുക്ക് ഇങ്ങോട്ട് കിടത്തിയെടുക്കായിരുന്നു. നമ്മളെ സ്ഥലത്തുനിന്ന് പോയാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇനി പറയാനൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വേറൊന്നും ഇല്ല പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ, ഓക്കെ, ബൈ.